അടുത്ത ചോദ്യം, ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ കാലുകൾ അപ്പുറത്തുള്ള ആളിൻ്റെ കാലിലേക്ക് ചേർത്തി വെക്കൽ സുന്നത്താണോ അല്ലെങ്കിൽ ശരിയായ രൂപം ഒരുക്കാം? നമുക്കറിയാം, നമ്മൾ സാധാരണ പല മസ്ജിദുകളിൽ പോയാലും നമുക്ക് കാണാത്ത ഒരു സുന്നത്താണ്. ആളുകൾ സ്വഫ് കെട്ടുമ്പോൾ അടുത്ത് നിൽക്കാറേ ഇല്ല, വളരെ ദൂരത്താണ് അടുത്ത് നിൽക്കാറുള്ളത്. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ചും കൊറോണ കഴിഞ്ഞതിന് ശേഷം പലരുടെയും മനസ്സിൽ നിന്നും ആ കൊറോണ വിട്ടുപോകാത്ത പോലെയാണ്. അവർ അന്ന് നിന്ന പോലെ തന്നെയാണ് നിൽക്കുന്നത്. ഇങ്ങനെ വിട്ടിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. നമ്മളൊരിക്കലും അങ്ങനെ നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാകുന്നോ ഒന്നും പറയുന്നില്ല. കാരണം സഫ് കെട്ടുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സഫിൽ വാജിബായ കാര്യം എല്ലാവരും ഒരു വരിയിൽ നിൽക്കുക എന്നുള്ളതാണ് വാജിബായ കാര്യം. വിട്ടു നിന്നാൽ നിസ്കാരമൊക്കെ ശരിയാകും. പക്ഷേ പൂർണ്ണമായ പ്രതിഫലം നമുക്ക് അവിടെ ലഭിക്കണമെങ്കിൽ, സഫിൻ്റെ വിഷയത്തിൽ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കണമെങ്കിൽ നമ്മൾ ചേർന്ന് നിൽക്കേണ്ടതുണ്ട്. പക്ഷെ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ഒരാളെ ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നില്ല, കാരണം അയാൾ കാലൊക്കെ അടുപ്പിച്ച് വെച്ചിട്ടാണ് ഉള്ളത് എങ്കിൽ നമ്മൾ പ്രയാസപ്പെട്ട് അങ്ങനെ ചേർന്ന് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ചുമലും അപ്പുറത്താളെ ചുമലും തട്ടുന്നുണ്ടാവും, പക്ഷെ അയാൾ കാലെടുത്ത് വെച്ചതുകൊണ്ട് അയാളുടെ കാലിലേക്ക് നമ്മളെ കാലെത്തുന്നില്ല. അതിൽ യാതൊരു പ്രയാസവും നമ്മൾ വിചാരിക്കേണ്ടതില്ല. നമ്മൾ അതിനുവേണ്ടി ബുദ്ധിമുട്ടേണ്ടതുമില്ല. നമ്മൾ ചുമൽ മുട്ടിയാൽ തന്നെ അവിടെ മതിയായതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. നമ്മൾ പ്രയാസപ്പെട്ട് എന്ത് ചെയ്യേണ്ടതില്ല, അയാളെ മേലിലേക്ക് നമ്മൾ അങ്ങനെ വെക്കേണ്ടതില്ല. നമ്മളെ നിസ്കാരത്തെ തന്നെ ചിലപ്പോൾ നമുക്ക് ബാധിച്ചേക്കും. അങ്ങനെ പ്രയാസപ്പെടേണ്ടതില്ല. അതല്ല എങ്കിൽ അടിസ്ഥാനം സഹോദരങ്ങളെ അടുത്തടുത്ത് കാലുകൾ വെച്ചുകൊണ്ട് നിസ്കരിക്കുക എന്ന് തന്നെയാണ്.